ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഫ്രോക്ക് തയ്ക്കാം കേട്ടോ. 5 വയസ്സായ കുട്ടിക്കുള്ള ഒരു ഫ്രോക്കാണ് തയ്ക്കണേ. അപ്പോൾ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. 2 പീസാണിത്, ഫോൾഡഡ് സൈഡും മറ്റേത് ഓപ്പൺ സൈഡും. അപ്പോൾ നമുക്ക് അളവ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഫോൾഡ് ചെയ്തിട്ടുള്ള അളവാണ് കേട്ടോ കാണിക്കണേ. 27 ഇഞ്ച് നമുക്ക് ലെങ്ത്തും കൊടുക്കുക, 21 ഇഞ്ച് വിഡ്ത്തും. അപ്പോൾ ടോട്ടൽ 42 ഇഞ്ച് വീതിയുള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോൾഡർ നമുക്ക് 5 ഇഞ്ച് കൊടുക്കുക. താഴേക്ക് ആം ഹോൾ ലെങ്ത്തായിട്ട് 5.5 ഇഞ്ചും കൊടുക്കുക. 5 വയസ്സുള്ള കുട്ടിയല്ലേ, അപ്പോൾ 5.5 ഇഞ്ചാണ് അവിടെ ആം ഹോൾ ലെങ്ത്തായിട്ട് വരുന്നത്. പിന്നെ ചെസ്റ്റ് അളവ് ഞാൻ കൊടുക്കുന്നത് 7 ഇഞ്ച് ചെസ്റ്റ് അളവ് എടുക്കുക. ഇത് തയ്യൽ തുമ്പും അടങ്ങിയിട്ടുള്ള അളവാണ് കാണിക്കണേ. 9.5 ഇഞ്ചിൽ നമുക്ക് ബോഡി ലെങ്ത്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുക. 9.5 ഇഞ്ച് എടുത്തിട്ട് ബോഡി ലെങ്ത്ത്. എന്നിട്ട് നമുക്ക് ബോഡി ഷേപ്പായിട്ട് 6.5 ഇഞ്ച് കൊടുക്കുക കേട്ടോ. ബോഡി ഷേപ്പ് 6.5 ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ആം ഹോള് കർവ് ചെയ്ത് വരയ്ക്കുക. ആം ഹോള് കർവ് ചെയ്യുക. ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് വരയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ച് അളവ് ഇങ്ങോട്ട് എടുത്തിട്ട് ചെയ്താൽ മതി, സിമ്പിളാണ്. അതുപോലെ നെക്ക് വിഡ്ത്തായിട്ട് 2 ഇഞ്ചും ലെങ്ത്ത് നമുക്ക് 3.5 ഇഞ്ചും കൊടുക്കുക. ഞാൻ ബാക്കും ഫ്രണ്ടൊക്കെ ഒരേ അളവിലാണ് കേട്ടോ കൊടുക്കുന്നത്. 3.5 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്യുക. കർവാക്കിയിട്ട് വരച്ചെടുക്കുക. ഇനി നമുക്ക് ബോഡി ലെങ്ത്താണ് വേണ്ടത്, ഫുള്ളായിട്ട് ലെങ്ത്ത്. ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് എടുക്കുക. 27 ഇഞ്ചല്ലായിരുന്നു നമ്മളെ ലെങ്ത്ത് ഉണ്ടായിരുന്നത്. ആ ലെങ്ത്ത് ഫുള്ളായിട്ട് എടുക്കുക. ആ സെൻറ്ററിൽ നിന്ന് വേണം കേട്ടോ നമുക്ക്. ആ അളവ് അവിടുന്ന് മാറരുത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് വരിക. 27 ഇഞ്ചിൽ ഫുള്ളായിട്ട് ഇങ്ങനെ തെക്കിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഇതാ 27 ഇഞ്ചിൽ ഒരു കർവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ വരച്ചെടുക്കുക. പിന്നെ നമ്മളെ ബോഡി ഷേപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക അതിമക്ക്. എന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് നമുക്ക് ഈ മൂലയ്ക്കൽ 1/2 ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വരച്ചു കൊടുക്കുക. അവിടെ പറ്റ താന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ. ഇനി അപ്പോൾ വരക്കലൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നെക്കാണ് കട്ട് ചെയ്യണത്. നെക്കും വന്ന് തുടങ്ങിയിട്ട് ഇതാ ആം ഹോള് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒറ്റ കട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ ഇത്. ഒറ്റ കട്ടിങ്ങേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്ന് കട്ട് ചെയ്ത് ടോപ്പ് ഭാഗം വേറെ കട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാനില്ല. ഒറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഇനി താഴെ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്താ അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിട്ട് നോക്കാം. ഇത് നല്ല വശം മറിച്ചിട്ട് കൊടുത്ത് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഫ്രോക്കാണിത്. പെട്ടെന്ന് ഏത് ബിഗിനേഴ്സിനും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫ്രോക്കാണ്. ഇനി നമുക്ക് ബാക്ക് പീസിൽ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഒരു വി മോഡലിൽ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതേ രീതിയിൽ ഒന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ആ ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഈ ഭാഗം ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് ഷോൾഡർ രണ്ടും കൂടി എടുത്തിട്ട് ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. 2 ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്യുക. ഇതാ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി നെക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നെക്ക് ഫിനിഷ് ചെയ്യാതിന് 2 ക്രോസ് പീസ് എടുക്കാം. നെക്കും അതുപോലെ കൈയിൻ്റെ ഭാഗത്തേക്കും നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നല്ല വശത്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക. 2 ഭാഗം അതുപോലെ തയ്ച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക 2 ഭാഗവും. എന്നിട്ട് അതേപോലെ തന്നെ ഒരു ക്രോസ് പീസും കൂടി എടുത്തിട്ട് നമുക്ക് നെക്കിലും വെച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. ചെറിയ ചെറിയ കട്ടിങ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ഇട്ട് കൊടുക്കണം. നെക്കിലും കൈയിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. അത് എങ്കിലേ നമ്മുടെ ഉള്ളിലേക്ക് മറിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ടിങ്സ് കൊടുക്കണത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. നെക്കും കൈയൊക്കെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യണേ. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. നെക്കും കൈയൊക്കെ ഫുള്ളായി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ഫ്രോക്കാണ്, ഒറ്റ കട്ടിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത് കേട്ടോ. അപ്പോൾ നമുക്കിനി സൈഡ് 2ഉം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 ഭാഗവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് സൈഡ് അറ്റാച്ച് ചെയ്യുക. ഇത് 2 ഭാഗവും തയ്ച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കാനും കൂടിയുള്ളൂ. അത് ഫുള്ളായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. അതോടെ നമ്മൾ ഫ്രോക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ഫ്രോക്കായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.